കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി 1,20,000 പേർക്കും സ്വകാര്യ ഗ്രൂപ്പ് വഴി 36,000 പേർക്കുമാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് അനുമതി ലഭിച്ചത്. അടിയന്തര കാരണങ്ങളാൽ അവസാന നിമിഷം യാത്ര റദ്ദാക്കിയ ഏതാനും പേരൊഴികെ മുഴുവൻ പേരും ഇന്ന് രാവിലെയോടെ മക്കയിലെത്തി. ജിദ്ദയിലെയും മദീനയിലെയും ഹജ്ജ് ടെർമിനലുകൾ അടച്ചു. കേരളത്തിൽ നിന്നുള്ള വിമാനമാണ് അവസാനമെത്തിയത്. രാത്രി 9 മണിക്ക് ജിദ്ദ വിമാനത്താവളത്തിലെത്തിയ കൊച്ചിയിൽ നിന്നുള്ള വിമാനത്തിലെ തീർത്ഥാടകർ മണിക്കൂറുകളെടുത്താണ് പുറത്തിറങ്ങിയത്. മക്കയിലെത്തിയ തീർത്ഥാടകർ ഉംറ നിർവഹിച്ചു. ഹജ്ജ് കമ്മിറ്റി വഴി എത്തിയ 36,000 പേർക്ക് ഹറമിനടുത്ത് ഗ്രീൻ കാറ്റഗറിയിലും 64,000 പേർക്ക് അസീസിയയിലുമാണ് താമസ സൗകര്യം ഒരുക്കിയത്. കേരളത്തിൽ നിന്ന് 15,000-ലധികം ഹാജിമാരാണ് ഇത്തവണയുള്ളത്. ഇതിൽ സ്വകാര്യ ഗ്രൂപ്പ് വഴിയെത്തിയവരിൽ ഭൂരിഭാഗവും മദീനയിലാണിപ്പോഴുള്ളത്. നാളെ ഉച്ചയോടെ മുഴുവൻ പേരും മദീനയിൽ നിന്നും തിരിക്കും. ഇന്ത്യയിൽ നിന്നെത്തിയ ഹാജിമാർക്ക് ഇതുവരെ കാര്യമായ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പൊതുവെ എല്ലാ ബിൽഡിങ്ങുകളും ഹജ്ജ് കമ്മിറ്റി വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അല്ലറ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം പറയുന്ന ഉടനെ തന്നെ, കംപ്ലൈൻറ്റ് ചെയ്ത ഉടനെ തന്നെ അവർ ശരിയാക്കി കൊടുക്കുന്നുമുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഇപ്രാവശ്യം ഇതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. 200 പേർക്ക് ഒരാളെന്ന നിലയിലാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വളണ്ടിയർമാരെ നിശ്ചയിച്ചത്. അതോടൊപ്പം തീർത്ഥാടകരെ സഹായിക്കാൻ കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ സംഘടനകൾ കൂടി പ്രവർത്തിക്കുന്നതിനാൽ കാര്യങ്ങൾ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ട്. കനത്ത ചൂടുള്ള കാലാവസ്ഥയാണ് മക്കയിൽ. 48 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട്. എല്ലാവരും ധാരാളം വെള്ളം കുടിക്കണമെന്ന് ഇന്ത്യൻ ഹജ്ജ് മിഷൻ നിർദ്ദേശിച്ചു. മീഡിയ 1 മക്ക.